ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് കോസ്റ്റ് ഷീറ്റിലെ മൂന്നാമത്തെ ചോദ്യം നമ്മൾ ഉൾപ്പെടുത്തുന്നു. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് LC കമ്പനി കോർപ്പറേഷൻ ഫോർ ദി പീരീഡ് ഫ്രം ജാനുവരി ടു ജൂൺ, 6 മാസത്തെയാണ്, 30th ജൂൺ 1999. അപ്പോൾ ഒരു കമ്പനിയുടെ ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഓപ്പണിംഗ് 1/1/99, 31/12 ഇത് ഓപ്പണിംഗ്, ഇത് ക്ലോസിംഗ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് കോസ്റ്റ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ്. അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട്, ഫിനിഷ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട്. ഓക്കെ, ദെൻ അതിന് ശേഷം ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ദ 6 months, 6 മാസം ട്രാൻസാക്ഷൻ തന്നിരിക്കുന്നത്. പർച്ചേസ് റോ മെറ്റീരിയൽ ഉണ്ട് 4,50,000, ദെൻ വേജസ് ഉണ്ട് 2,30,000, ഫാക്ടറി ഓർഡർ ഉണ്ട് 92,000, അഡ്മിനിസ്ട്രേഷൻ ഓർഡർ ഉണ്ട് 30,000, സെല്ല് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ ഉണ്ട് 20,000, ദെൻ സെയിൽസ് 9 ലക്ഷം ഉണ്ട്. ഓക്കെ, പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഷോയിങ് മെറ്റീരിയൽ കൺസ്യൂംഡ്, പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്. നമ്മൾ തയ്യാറാക്കുന്ന കോസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും? മെറ്റീരിയൽസ് ഉണ്ടാവും, പ്രൈം കോസ്റ്റ് ഉണ്ടാവും, ഫാക്ടറി കോസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ട്രഡീഷണൽ ഫോം ഫോർ 6 months, 6 മാസത്തെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം ട്രഡീഷണൽ ഫോമിൽ. അതിൽ ഗ്രോസ് പ്രോഫിറ്റും വേണം, നെറ്റ് പ്രോഫിറ്റും വേണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഹെഡിങ് എഴുതുന്നു. Statement of cost for the 6 months ending 30th June 1999. Okay, opening stock of raw material. Opening stock of raw material എത്ര? 30,000. Opening stock of raw material 30,000. പിന്നെ അടുത്ത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? 4,50,000 ആണ് പർച്ചേസ് വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതിലും 4,50,30, 4,80, 4,80,000. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? 25,000. 480 നിന്നും 25,000 കുറയ്ക്കാം. അപ്പം മെറ്റീരിയൽ കൺസ്യൂമർ കിട്ടും. ഓക്കെ, അപ്പോൾ 4,55,000. 5,38. ഓക്കെ, മെറ്റീരിയൽ കൺസ്യൂമഡ് ആണ്. അതിന് നമ്മൾ മെറ്റീരിയൽ കൺസ്യൂമഡ് എന്ന് പറയും. ഡയറക്റ്റ് വേജസ് ചോദിച്ചത് 2,30,000. അപ്പോൾ 4,55, 2,30 കൂട്ടാം. അപ്പോൾ എത്ര വരും? 6,85 വരും. 6,85,000 വരും. 6,85,000. ദെൻ ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് നമുക്ക് ചോദിച്ചു തന്നിട്ടുള്ള എത്ര? 92,000 ആണ് ചോദിച്ചു തന്നത്. അപ്പോൾ 6,85,000 കൂടെ 6,85,000 കൂടെ എന്ത് തയ്യാറാക്കുന്നു? നമ്മൾ 92,000 ആഡ് ചെയ്യുന്നു. 92,000 ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് ഇൻകേർഡ് വരും. ഫാക്ടറി കോസ്റ്റ് അപ്പോൾ 2, 7, 9, 17, 7,70,000 വരും. 7,77,000. 7,77,000 വരും. 7,77,000. 5, 2, 7, 9, 17, 6, 7. ദെൻ അതിൻ്റെ കൂടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് 12,000 ആണ് വരുന്നത്. അപ്പോൾ 7,70 കൂടെ 12 ആകുമ്പോൾ 7,89 വരും. 7,89,000. ഓക്കെ, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 15,000 ആണ്. 15,000. ഓക്കെ, ആ 15,000 ലെസ് ചെയ്യുമ്പോൾ എത്ര വരും? 7,74,000 വരും. 7,74,000. ഇതാണ് നമ്മുടെ വർക്ക് കോസ്റ്റ്. ഇവിടെ വരെ കാണാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഷോയിങ് എന്തൊക്കെയാണ്? കോസ്റ്റ് ഷീറ്റ് ഷോയിങ് പ്രൈം മെറ്റീരിയൽ കൺസ്യൂംഡ്, പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ചത് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിച്ചത് 4,50,000. ദെൻ പ്രൈം കോസ്റ്റ് 6,85,000. ദെൻ ഫാക്ടറി കോസ്റ്റ് എത്ര? 7,74,000. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമുണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 9 ലക്ഷം രൂപയാണ് നമുക്ക് സെയിൽസ് തന്നിരിക്കുന്നത്. ആ 9 ലക്ഷം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്താൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 60,000 ആണ്. അതിൻ്റെ കൂടെ ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്യാം. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 7,74,000. 7,74,000 അത് ആഡ് ചെയ്യാം. 7,74,000, 64. അപ്പോൾ 7,6, 13, 8,34,000. 8,34,000. 8,34,000 കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് ലെസ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് 55,000 ആണ്. 55,000. അപ്പോൾ 8,34,000 നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് ലെസ് ചെയ്യുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് ലെസ് ചെയ്യുന്നു. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് ലെസ് എത്ര? 55,000 ലെസ് ചെയ്യുമ്പോൾ എത്ര വരും? 7,79,000. 7,79,000. അത് മുകളിലുള്ള എമൗണ്ടിൽ നിന്ന് കുറയ്ക്കാം. 9,00,000 നിന്ന് കുറയ്ക്കാം. ഇത് 7,79,000 എന്ത്? കോസ്റ്റ് ഗുഡ്സ് കൊണ്ട് വരാം. അപ്പോൾ 1,21,000 ആണ്. 1,21,000 ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഇതാണ് ഒരു ചോദ്യം. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ദെൻ ലെസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്.
ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എത്രയാണ്? 30,000 ആണ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. ദെൻ സെല്ലിംഗ് എക്സ്പെൻസ് എത്രയുണ്ട്? സെല്ലിംഗ് എക്സ്പെൻസ് 20,000 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ നമുക്ക് 30, 20, 50,000 വരും. സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 50,000 വരും. ഈ 50,000 1,21,000 കുറയ്ക്കാം. അപ്പോൾ എത്ര വരും? 71,000 വരും. ഇതാണ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഇതാണ്. അപ്പോൾ സെയിൽസ് 9 ലക്ഷം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഇനീഷ്യൽസ് 60,000, 7,74,000 രൂപ ഫാക്ടറി കോസ്റ്റ്, അത് 8,34,000 കൂട്ടുന്നു, 55,000 രൂപ കുറയ്ക്കുന്നു, 7,79,000, അത് മുകളിലുള്ള 9,00,000 കുറയ്ക്കുമ്പോൾ 1,24,000 ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഡും സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ 30,000, 20,000 കൂട്ടി 50,000 ലെസ് ചെയ്യുന്നു. അപ്പോൾ എത്ര 71,000 ആണ് നെറ്റ് പ്രോഫിറ്റ്. 71,000 നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ തയ്യാറാക്കി. എന്തൊക്കെയാണ് തയ്യാറാക്കിയ? കോസ്റ്റ് ഷീറ്റ്, ഫാക്ടറി കോസ്റ്റ് വരെയുള്ളത് ചെയ്തു. പിന്നെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ട്രഡീഷണൽ ഫോമിലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കി. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്പർ 3യിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 സ്റ്റേറ്റ്മെൻറ്റ്, കോസ്റ്റ് ഷീറ്റും ഉണ്ട്. കോസ്റ്റ് ഷീറ്റ് കംപ്ലീറ്റ് ഇല്ല, ഫാക്ടറി കോസ്റ്റ് വരെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അതങ്ങനെ ചെയ്ത് പിന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി. ഓക്കെ, താങ്ക് യു.